ഏടാ ഇത് വാത്താട്ടെ അടക്കി പോവല്ലേ ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ 1.5 വർഷം മുന്നേ ലക്ഷദ്വീപ് പോയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇടുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കിട്ടോ. ഞങ്ങളെ കുറേ എക്സ്പീരിയൻസും ആദ്യമായിട്ട് പോയിട്ടുള്ള കുറച്ച് അനുഭവങ്ങളും ഒക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഫ്ലൈറ്റിനാണ് പോയത്, ഇങ്ങോട്ട് ഷിപ്പിലാണ് വന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കി. ഞങ്ങളെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് കേട്ടോ പോയത്. ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നത്, ഫ്ലൈറ്റ് നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ. ലക്ഷദ്വീപിലേക്ക് മഹാദേവിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. പക്ഷെ ഉറങ്ങാന് പിന്നെ എണീറ്റപ്പോൾ ഇതാണ് അവസ്ഥ, ഉറക്കം കൊണ്ട് തെളിയുന്നില്ല. നമ്മളിതാ ലക്ഷദ്വീപിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. കാഴ്ച നോക്കി നിങ്ങൾ എന്താ രസം കാണാൻ. അപ്പോൾ ഞങ്ങളിതാ അകത്തേക്ക് ലാൻഡ് ചെയ്ത് ചെറിയൊരു ഒമ്നി പോലത്തെ ഒരു വണ്ടിയിലാണ് കേട്ടോ പോണത്. നല്ല ചെറിയ റോഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ 3 ഫാമിലിയാണ് കേട്ടോ പോയത്. മറ്റേ ഫാമിലിൻ്റെ 2 ഓല കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 മക്കൾ അവിടെ വെച്ച് വീട്ടിൽ വെച്ച് ചെറിയ മോളെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. 3 ഫാമിലിയിൽ അപ്പുറം ഫ്ലൈറ്റിനൊന്നും നമുക്കങ്ങനെ ഒരുമിച്ച് കൂടി വരാൻ കഴിയില്ല. അപ്പോൾ അത് റിസ്ക്കാണ്. ഞങ്ങൾ വന്ന് ക്ഷീണമൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ച് പിന്നെ വേറൊരു ഐലൻഡിലേക്കാണ് കേട്ടോ പോണത്. ചെറിയൊരു ബോട്ടിലാണ് പോണത്.
അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെറിയ ബോട്ടിലൊക്കെ കയറുന്നത്. അപ്പോൾ പിന്നെ നല്ല രസമായിരുന്നു അതെല്ലാം എല്ലാവരും കൂടി. ചൂടുവെള്ളം ആ മരല്ലേ. ഇത് ഞങ്ങൾ പിറ്റേ ദിവസം ഉൾക്കടലിലേക്കാണ് പോണത്. പിന്നെ 2-3 ദ്വീപും കവർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഒരു യാത്ര ഈ ഷിപ്പിലുള്ള യാത്ര മറക്കാൻ കഴിയാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഉൾക്കടലിന് തിരിച്ചു പോരുമ്പോൾ നമ്മൾ ആ കുറേ ദ്വീപിലൊക്കെ കറങ്ങി തിരിച്ചു പോരുമ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ. ഓല് പറഞ്ഞത് ആ ടൈമിൽ അവിടെ ആ ഷിപ്പ് നിർത്തിയെങ്കിൽ ഉറപ്പായിട്ടും മറിയുന്ന. അപ്പോൾ അത്രയും തിരങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതുവർ നിർത്താതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അഥവാ നിർത്തിയെങ്കിൽ അതെന്തായാലും മറിയുമെന്നാണ് ഓല് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാം പേടിച്ചു പോയി. ആദ്യമായിട്ടാണല്ലോ. പിന്നെ യാതൊരു സേഫ്റ്റി മറ്റേ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടുമില്ല. അപ്പോൾ ഒരു സേഫ്റ്റിയും ഇല്ല. നല്ല പേടിച്ചു കേട്ടോ. എൻ്റെ ഹസ്ബൻഡൊക്കെ തല ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് വേറൊരു ദ്വീപിലേക്ക് എത്താൻ നേരം കണ്ടു. ഭയങ്കര ബ്ലൂ കളറായിരുന്നു കടലൊക്കെ. അങ്ങോട്ടോക്കി
വേവ്സ് തിരമാലല്ലേ? കുറവുള്ള സ്ഥലം അതിനെ കൊണ്ടാ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ടാ. പഠിച്ചു നമുക്ക് വേണ്ടി നമ്മളൊരു വീടുണ്ടാക്കുന്നില്ലേ, വീടുണ്ടാക്കി കോമ്പൗണ്ട് ഉണ്ടാക്കും അപ്പൊ അതിന് ഡോർ എത്ര ഉണ്ടാവും പറയാൻ പറ്റുന്ന ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുണ്ടാവും. അതേപോലെ വെളുത്ത തമ്പുരാൻ എല്ലാ ഐലൻഡിനും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാളാണിത്. അവിടുന്ന് അങ്ങോട്ടേക്ക് ഡീപ് സീ എന്നും പുറംകടലെന്നും ആയക്കടലെന്നെല്ലാം പറയും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ലഗൂൺ എന്ന് പറയും. ആ ഭാഗത്തുനിന്ന് ഈ കര വരെയുള്ള ഇപ്പൊ ഈ കാണുന്ന ഏരിയ എല്ലാം ലഗൂൺ എന്ന് പറയും. കളർ മാറ്റുള്ള അങ്ങോട്ട്. അപ്പൊ വലിയ തിര വന്ന് അവിടെ അത് ആ കോമ്പൗണ്ട് ലൈവാണ് റീഫ്. അപ്പൊ ആ വലിയ തിര വന്ന് അവിടെ അടിച്ചിട്ട് കുഞ്ഞു തിരയായിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് ആ കോമ്പൗണ്ടിന്റെ മുകളിൽ കൂടി ബോട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ അതിന്റെ മുകളിൽ കൂടി പോകാൻ പറ്റില്ല. അതിന് ഓരോ ഐലൻഡിലും എല്ലാ ഐലൻഡിലും ഡോറുകൾ ഉണ്ടാവും. 2, 3, 4 ഉണ്ടാവും. അപ്പൊ നമ്മൾ കയറി വന്നില്ലേ, നിങ്ങളെല്ലാം സേഫ് ആയിരിക്കില്ലേ, അതൊരു ഡോറാണ്. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന വേറൊരു ഡോറിൽ കൂടിയാണ്. അതിലൂടെ ഇപ്പൊ നമുക്ക് പോകുമ്പോ പോകാൻ പറ്റില്ല. അപ്പോൾ നോട്ടേഡ് ആയിരിക്കും. അപ്പൊ ഈ ഡോർ നമ്മളാരും ഉണ്ടാക്കിയതല്ല. അവിടെ റീഫില്ല, കോമ്പൗണ്ട് ഇല്ല. അപ്പൊ അതാണ് ഈ സംഭവം. പഠിച്ചവനായിട്ട് ഇതില്ലെങ്കിൽ ഡയറക്റ്റ് എത്തിര വന്നില്ല. ഇത്രയും ഐലൻഡ് ഐലൻഡ് ഉണ്ടാവും. ആ ഡോറും അങ്ങനെ തന്നെ ശരിക്കും അത് ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് തിരാണ് എല്ലായിടത്തും നോക്ക്. അപ്പൊ ഫിഷിങ്ങിനോ ഇതിനൊക്കെ പോവാ അതിന്റെ അപ്പുറത്തേക്ക് പോണല്ലേ. സാറില്ല, അവനെ അനിയനല്ലേ, അറിഞ്ഞില്ലേ? സൈഡിൽ നിൽക്കുന്നതാണ് അഗത്തി ഐലൻഡ്. ബാക്കി ഐലൻഡൊക്കെ വരുന്നത് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടുന്ന് നേരെ പടിഞ്ഞാറോട്ട് മേൽ സൗദി അറേബ്യ. ഇന്ത്യന്റെ വേറെ ഒരു ഭാഗവും പിന്നെ അങ്ങോട്ടേക്കില്ല, പടിഞ്ഞാറോട്ടില്ല. ഡയറക്ഷനിൽ പോയാൽ കൊച്ചിയായി, ഇത് കാലിക്കറ്റ്, ഇത് മാംഗ്ലൂര് പോവാം. കൊണ്ടെങ്കിൽ ഇപ്പം മതി പോയിട്ട് വന്നകളെ കൊണ്ടി പോയിക്കോളൂ. പിന്നെ പോയി കളിട്ടെ തായ്ലാൻഡ് എല്ലാത്തിലും പോയി. അങ്ങനെ ഓരോ ഐലൻഡിൽ നമ്മളെത്തി. ഈ ഐലൻഡ് ഫുള്ള് അങ്ങനെ നടന്ന് കാണാൻ ഉള്ള സ്ഥലങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചെറിയൊരു ഐലൻഡാണ്. അപ്പോൾ അങ്ങനെ നടന്ന് ഇങ്ങനെ കാണാൻ പറ്റും. എന്നാന്നേക്ക് നമ്മളാ വന്ന ദ്വീപില് അങ്ങനെ ഇങ്ങനൊന്നുമില്ല. എങ്ങനെ ഐലൻഡാണ് കേട്ടോ. കടലിൻ്റെ നടുവിൽ ചെറിയൊരു ഐലൻഡായിട്ടുള്ള ചെറിയൊരു ഭാഗം. പിന്നെ അവിടുന്ന് സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ആ മണലിൽ നിന്ന് സൈക്കിൾ ചവിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കുഴപ്പമില്ല, കുറച്ച് അങ്ങോട്ട് പോയാൽ കുറച്ചധികം മണലായിട്ട് സൈക്കിൾ ചവിട്ടാൻ തീരെ കഴിഞ്ഞിട്ടായിരുന്നു.
ചിരിക്കുണ്ടല്ലോ. ഞാൻ പറയുന്നത് മാത്രം കേൾക്കാം. ഓക്കെയാണ്, കുഴപ്പമില്ല. കറക്റ്റാ ചെയ്യുന്നതൊക്കെ കറക്റ്റാ. ഓക്കെ, ഒന്ന് കൈവിട്ടേ, കൈവിട്ടി കൈവിട്ട് ബാക്കിലോട്ട് കിടന്നു. ആ സെറ്റ്. കടലിന്റെ നടുവിലാണ് മനസ്സിലായത്. പോയോ? ഒഴിവാവലടി അതിന്റെ ബേക്കിലൊട്ടി. വലിയ പ്രശ്നമില്ല. വീഡിയോ വീഡിയോ പുറാണി അവിടെ
തല തട്ടണം നോക്കണേ. ഞങ്ങൾ ഷിപ്പിലൊക്കെ കയറി റിട്ടേൺ ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് വലിയ ഷിപ്പിൽ ഞങ്ങൾ എല്ലാവരും കേട്ടോ ആദ്യമായിട്ടാണ് കയറുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ വഴി തെറ്റി ഒരു 15 മിനിറ്റ് ഒക്കെ ഞങ്ങൾ ഇറങ്ങുക കയറുക, പിന്നെ ആദ്യം എത്തിയ സ്ഥലത്ത് നിന്ന് എത്തുക. അങ്ങനെ കുറേ കറങ്ങി പിന്നെ അവരോട് വഴി ചോദിച്ചു. ഒരാളെ കണ്ട് ലാസ്റ്റാണ് കേട്ടോ അതിന് ആവശ്യമാണ് വഴി ചോദിച്ചു. ഇറങ്ങല്ലേ കേറേണ്ടി വരൂ. ഇതിപ്പോ എവിടുന്ന നേരെ പോവാനാ? ഇങ്ങനെ പോവാനാ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞേ? അല്ല ഇതിപ്പോ നമ്മൾ നേരത്തെ വന്ന വയ്യല്ലത്. ഇങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരി. 311 ഇതൊക്കെ 361 മുതലാ. ആദ്യമായിട്ട് കപ്പലില് വന്നോലെ സ്ഥിതിയാണ് മക്കളെ. എല്ലാരും തപ്പിക്കളിക്കാണ് ഉണ്ടല്ലോ. ആദ്യം വീഡിയോ എടുത്തേക്കണം. ഇതിലെങ്ങനെ വരുന്നത് ഒന്നും മനസ്സിലാവില്ല. ഇനി എവിടെ കഴിക്കല്ലോ. നല്ലോണം പേടിച്ചു കിട്ടും. കാരണം ഒരാളെ ഫോണിലാണ്, ഫോൺ വിളിക്കാൻ റേഞ്ചും ഇല്ല, ഒന്നും ഇല്ലാതായിപ്പോയി. ഇതല്ലേ? ആ ഓ ചെമ്മേ, ഇനി മേലാലില്ല കപ്പലിൽ എത്തീനോ? 1.5 ദിവസമാണ് കേട്ടോ ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് ഉണ്ടായത്. അപ്പം അത്രയും നേരം നിന്നേ കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റൂമൊക്കെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സെറ്റപ്പിലാണുള്ളത്. രണ്ടാൾക്കും നല്ലോണം കിടക്കാൻ കഴിയും. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് ബാത്റൂം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റിലാണ് കേട്ടോ. പിന്നെ ക്ഷീണമൊന്നും ഇല്ലാതെ എന്താ പറയുക, അങ്ങോട്ട് വേഗം എത്തിയത് കൊണ്ട് ക്ഷീണമൊന്നുമില്ലേനു. ഫ്ലൈറ്റിലായതുകൊണ്ട് ഇങ്ങോട്ട് ഷിപ്പിൽ പിന്നെ തിരിച്ച് പോരുന്നത് കൊണ്ട് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഷിപ്പിൽ പോകുന്നത്.
2 ദിവസം നല്ല തലക്കനുണ്ടാവും ഷിപ്പിൽ പോകുന്നാൽ. അപ്പോൾ കുഴപ്പമില്ലാത്തവർക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഏതായാലും 2 ദിവസം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിതാ കൊച്ചിയിലെത്തി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.